കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് പ്രസാദം നൽകാനെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഇതിന് മുൻകൂറായി അനുമതി വാങ്ങിയിരുന്നു. അനുമതി വാങ്ങിയത് താൻ അറിഞ്ഞിരുന്നില്ല. ഡൽഹിയിലെത്തി തലേ ദിവസം കൂടെ വരണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അഭ്യർത്ഥിച്ചെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെടുന്നതും. ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഇയാൾ അവിടെ വന്നിട്ടാണ് എന്നെ ഫോൺ ചെയ്യുന്നത്. ഫോൺ ചെയ്തു എന്നോട് പറഞ്ഞു, ഇങ്ങനെ നാളെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ MP എന്നുള്ള നിലയിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതാണ്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള ആൾ എന്ന നിലയിലുള്ള ആരോപണമാണ് അടൂർ പ്രകാശിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. മാത്രമല്ല, സോണിയാഗാന്ധിയെ കാണാൻ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പോയത് പോറ്റി പറഞ്ഞിട്ടാണ്. തലേ ദിവസം തന്നോട് പറയുന്നു അടുത്ത ദിവസം സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻ്റ് ഉണ്ട് എന്ന കാര്യം പറയുന്നു. അങ്ങനെയാണ് താൻ പോയത് എന്നും അടൂർ പ്രകാശ് ഇപ്പോൾ ന്യായീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അനുമതി വാങ്ങിക്കൊടുത്തത് താനല്ല, മറിച്ച് പോറ്റി തലേ ദിവസം തന്നെ ഇങ്ങനെ സോണിയാഗാന്ധിയെ കാണാനായി പോകുന്നുണ്ട്, കൂടെ വരണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ട് മണ്ഡലത്തിലെ വോട്ടർ, ഈ മണ്ഡലത്തിലെ ആള് എന്നുള്ള നിലയ്ക്ക് MP എന്ന നിലയിൽ ഈ പോറ്റിക്കൊപ്പം കൂടെ പോയി എന്നുള്ളതാണ് അടൂർ പ്രകാശ് വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഈ സോണിയാഗാന്ധിക്ക് അടുത്തേക്ക് പോയത് ഈ പൂജയുമായി ബന്ധപ്പെട്ട പ്രസാദം നൽകാനാണ് എന്നും ഈ അടൂർ പ്രകാശ് വിശദീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജോൺ ബ്രിട്ടാസിനെതിരെ പുതിയ ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസും പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട്, നിരവധി ഫോൺ കോളുകളുണ്ട്, ഒരു പാലമായി പ്രവർത്തിച്ച ഇടത് പാർലമെന്റ് അംഗമാണ് ഈ ബന്ധമുള്ളത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജോൺ ബ്രിട്ടാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ പോറ്റിയും ബ്രിട്ടാസും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഏത് അന്വേഷണവുമായി താൻ സഹകരിക്കുമെന്നും ഈ അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നു. തനിക്കിതിരെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പോ മറ്റു കാര്യങ്ങളോ കിട്ടിയിട്ടില്ല, മാധ്യമങ്ങളോട് ലഭിക്കുന്ന വിവരം മാത്രമാണ് തനിക്കുള്ളത് എന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കുകയാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് പാലക്കാട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടു. വിവരങ്ങൾ നൽകിയത് സമീർ ബിൻ കരീം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.